ഒട്ടും തേങ്ങ അരയ്ക്കാതെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കിട്ടുന്ന വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഇച്ചിരി വലുതാണ് കേട്ടോ. ചെറിയ വെളുത്തുള്ളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ ഒരു 8-10 അല്ലിയെങ്കിലും എടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴണ്ട് വരണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചെയ്യാനും വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് പുളിയൊന്നും വേണ്ട. വാളംപുളി പിഴിപുളി പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് പഴുത്തൊരു തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണേ. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറുപയറിൻ്റെ ദോശയും അതുപോലെ തന്നെ നല്ല തക്കാളി ചട്നി ആയിരുന്നേ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള വറ്റൽ മുളക് ഒരു 4-5 എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കളർ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിരിയൻ മുളകും കൂടി ചേർത്തിട്ട് കൊടുക്കാമേ. ഒരുപാട് കളറാകാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു ലൈറ്റ് റോസ് കളറാണ് നല്ലത്. ഇനി ഇതേ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയില്ലേ, നമ്മൾ മിക്സറിലൊക്കെ കിടക്കുന്ന കടല ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ വരണം. നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ള പാകത്തിനാക്കണേ. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. തക്കാളിയും ഒരുമാതിരിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിനൊന്നും പെട്ടെന്ന് അങ്ങ് വാടി കിട്ടുന്നൊരു സംഭവമാണല്ലോ. അങ്ങനത്തെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കണേ. ഇത് നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് തിളയൊന്നും വരണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു കുഞ്ഞ് കൈച്ചട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒഴിച്ചിട്ട് ചമ്മന്തിയിലേക്ക് താളിച്ചൊഴിച്ചാൽ മതി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.